നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏതൊരു മനുഷ്യനെയും സംബന്ധിച്ച് ഒരു പുതുവർഷ ആരംഭം എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ്. അത് തന്നെയാണ് ഏതൊരു സിനിമാ നടനെയും സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുതിയ നായകന്മാരെ സംബന്ധിച്ച്. എന്നാൽ മെഗാസ്റ്റാർ റേഞ്ചിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പുതുവർഷത്തിലെ സംഭവങ്ങളെക്കുറിച്ചൊന്നും അവർ അധികം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എന്നിരുന്നാലും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടത്തി നോക്കുമ്പോൾ ഏകദേശം 2018 ഒരു 50-50 എന്ന് പറയുന്ന റേഞ്ചായിരുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ച്. അതായത് വലിയ ഹിറ്റുകൾ സമ്മാനിച്ച അതേ വർഷം തന്നെയാണ് വലിയ പരാജയങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നത്. അത് ഒരു 50-50 എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ കരിയർ മുന്നോട്ട് പോയത്. എന്നാൽ ഈ 2019 സംബന്ധിച്ച് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ പേരൻപ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത വർഷമാണ് 2019. പേരൻപിൻ്റെ മഹാവിജയത്തോടൊപ്പം തന്നെ അതിന് തൊട്ടുപുറകെ എത്തിയ യാത്ര എന്ന് പറയുന്ന സിനിമയും അതോടൊപ്പം തന്നെ ഒരു വലിയ ഹിറ്റായി മാറി എന്ന കാര്യം കൂടി ആലോചിക്കുക. അപ്പോൾ 2019 എന്ന് പറയുന്ന വർഷം അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുടെ വർഷമായി മാറിയിരിക്കുന്നു. അന്യഭാഷകളിൽ ഇറങ്ങിയ വ്യത്യസ്ത ഭാഷകളിൽ ഇറങ്ങിയ 2 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം മലയാളത്തിലെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ 2019 ഇറങ്ങാൻ പോകുന്ന ആദ്യ മലയാള സിനിമ നമ്മുടെ പോക്കിരി രാജ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗമായ മധുരരാജ തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ മധുരരാജ എന്ന് പറയുന്ന ചിത്രം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പുതിയൊരു തുടക്കമാവട്ടെ, ഈ വർഷത്തെ മലയാളത്തിലേക്ക് ഒരു പുതിയ തുടക്കമായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പുതിയ തുടക്കം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. ഇപ്പോൾ 2 വമ്പൻ ഹിറ്റുകൾക്ക് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മലയാളത്തിലും കൂടി ഒരു ഹിറ്റ് ഉണ്ടാക്കിയ ഒരു പുതിയൊരു ആരംഭം. അതായത് 3 വ്യത്യസ്ത ഭാഷകളിൽ ഒരു വർഷം ഇറങ്ങിയ ആദ്യ 3 സിനിമകളും സൂപ്പർ ഹിറ്റായിട്ട് മാറ്റാൻ സാധിക്കട്ടെ എന്ന ഒരു പുതിയ കാൽവയ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു സംഭവം നേടാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മധുരരാജ സൂപ്പർ ഹിറ്റായി മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള റെക്കോർഡായിരിക്കും മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പേരിൽ വരാൻ പോകുന്നത്. 3 വ്യത്യസ്ത ഭാഷാ ചിത്രങ്ങളിൽ റിലീസ് ചെയ്ത 3 സിനിമകൾ, ഒരേ കാലഘട്ടത്തിൽ റിലീസ് ചെയ്ത, ഒരേ വർഷം റിലീസ് ചെയ്ത 3 സിനിമകൾ സൂപ്പർ ഹിറ്റാക്കി മാറ്റാൻ സാധിച്ച ഒരു നടൻ എന്ന പേര് അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് മധുരരാജയുടെ വരവിനായി കാത്തിരിക്കാം. എന്തായാലും അതുവരെ നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.